മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇടത്തെ കയ്യിൽ കിതാബ് വാങ്ങിയിട്ട് വായിച്ചു നോക്കുമ്പോ നമ്മൾ ഡേറ്റ് മറന്നുപോയി, കൊല്ലം മറന്നുപോയി. ഇല്ല, ഒരു സമയവും തെറ്റിയിട്ടില്ല, ഡേറ്റ് മാറിയിട്ടില്ല, കൊല്ലം മാറിയിട്ടില്ല, മാസം മാറിയിട്ടില്ല, ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടില്ല. വളരെ കറക്റ്റായി എഴുതി വച്ചിരിക്കുന്നു, കറക്റ്റായി റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ചെയ്തുപോയ തെറ്റുകളതാ തന്റെ മുമ്പിലങ്ങ് വായിക്കപ്പെടുന്നു. താനിങ്ങനെ നോക്കി വായിക്കുമ്പോ മാലി ഹാദിൽ കിതാബ്, ഇതെന്തൊരു കിതാബാണല്ലാ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതും ഒന്നും ഒഴിവായി പോയില്ലല്ലോ, ഒന്നും വിട്ടുപോയില്ലല്ലോ അല്ലാ. വാഴത്ര കേൾക്കുന്ന ചെറുപ്പക്കാരാവുമായ ഉച്ചാരണം മുഴുവനും എഴുതി വെക്കാൻ റഖീബ് അതീദ് റെഡിയാണ്. ഞാൻ സാന്ദർഭികമായി എന്റെ ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുന്നു, ഇപ്പോ തഥാ സാധാരണ ഫിത്രയും ബസാദും ഒക്കെ പറയൽ തെറ്റാണ്. നമ്മളൊക്കെ വാദം പറഞ്ഞതൊക്കെ കേൾക്കുന്നവരുമാണ്. എന്നാൽ ഇപ്പൊ സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക് തോന്നിവാസങ്ങളുടെ ആഭാസ കേന്ദ്രമായി മാറിയിരിക്കുന്നു അല്ലേ. വല്ലാതെ അശ്ലീലം കാണുന്നതായിരുന്നു മുമ്പൊരു തെറ്റ്, ഇപ്പൊ അതിനേക്കാൾ വലിയ അശ്ലീലത. പണ്ഡിതന്മാരെയൊക്കെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ എഴുതുകയാണ്, എഴുതി വിടുകയാണ്. സുബ്ഹാനല്ലാഹ്. എഴുതുന്നവൻ അവൻ ലൈക്കിന് വേണ്ടി കാത്തു നിൽക്കുന്നു. എഴുതിയിട്ട് ഒരു പണ്ഡിതനെ കുറിച്ച് അയ്ബ് പറഞ്ഞിട്ട്, ഒരു പണ്ഡിതനെ ആക്ഷേപം പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കമന്റ് കാത്തു നിൽക്കുന്നു, ലൈക്ക് കാത്തു നിൽക്കുന്നു. മോനെ, നരകത്തിലെ സവാനിയാക്കള് നിന്നെ കാത്തു നിൽക്കുന്നു. കബറിലെ ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡിൽ റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണതുകൊണ്ട്. നമ്മ കാർന്നു തിന്നാൻ ചിതലും പുഴുക്കളും അതാ 6 അടി മണ്ണിൽ കാത്തു നിൽക്കുന്നു. ചെറുപ്പക്കാരാ, നീ ആലിമീങ്ങളെ സംബന്ധിച്ച്, സയ്യിദമാരെ സംബന്ധിച്ച്, വലിയ വലിയ മഹത്വമുള്ള മഹാന്മാരെ സംബന്ധിച്ച് മോശമായ പദപ്രയോഗം നടത്തിയിട്ട് കമന്റിനും ലൈക്കിനും കാതോർത്തു നിൽക്കുമ്പോ നിന്നെ കാത്തു നിൽക്കുന്നൊരു വിഭാഗമുണ്ടെന്ന് മറക്കണ്ട.